ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഉലുവ, പച്ച ഉലുവ ഇതെല്ലാം കൂടെ ഇട്ട് അരി നല്ലപോലെ കഴിയുന്ന ശേഷം ഉലുവയിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉഴുന്ന് ഞാനിപ്പോൾ ഒരു 100 ഗ്രാം ഉഴുന്ന്, 100 ഗ്രാം ഒരു ഇച്ചിരി കൂടെ വരും കേട്ടോ, അത്രേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഉഴുന്നിട്ടാൽ കൊള്ളത്തില്ല. അത് നല്ലപോലെ ഒന്ന് കഴുകി അതും വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഞാനിത് മാവ് അടിക്കുന്ന സമയം എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. മാവ് അടിച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആദ്യം ഞാൻ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുത്ത് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 8-9 വറ്റൽ മുളകിട്ട് കുതിർത്തതും അതുപോലെ തന്നെ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഒരുപാട് അങ്ങ് ഇതാവണ്ട, എന്നാലും നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി അത് മാറ്റി വയ്ക്കാം. കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ അരപ്പിവിടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതാണ്ട കണ്ടോ, നല്ല പരുവത്തിന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് നമുക്ക് ഞാൻ 2 ദിവസത്തേക്കൊക്കെ അങ്ങനെ ഇട്ട് വയ്ക്കുന്ന, ഒറ്റ ദിവസത്തേക്കല്ല. ഇത് ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലങ്ങ് സൂക്ഷിക്കും. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് ദോശക്കല്ല് ചൂടായതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല നൈസായിട്ട്, എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കല്ലിൽ എണ്ണ തൂത്തിട്ടുണ്ട്, കല്ല് നല്ല ചൂടായിരിക്കുക. അപ്പോൾ നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. നല്ല മോരാന്നുള്ള നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കറിയൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചമ്മന്തി കൂട്ട് 1 സ്പൂണോ 1.5 സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് അത് ഇതിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക. കണ്ടോ, നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. എരി ഒരുപാട് ഇഷ്ടമില്ലാത്തവർ മുളക് കുറച്ചിട്ട് ഉള്ളി ഇച്ചിരി ഏറെ ചേർക്കുക. ഒത്തിരി എരി ഇഷ്ടമില്ലാത്തവർ കാണുമല്ലോ, എരി കഴിച്ചുകൂടാത്തവരും കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ എരി ഒഴിവാക്കുക. കുറച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് വെച്ചിട്ട് മുളക് കുറച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് വേണമെന്നുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചാൽ മതി, ഇല്ലാത്തവർക്ക് അത് വേണ്ട, അതും ഒഴിവാക്കാം. അപ്പോൾ അത് തീ കുറച്ച് വെച്ച് ദോശ നല്ലപോലെ മൊരിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടുകടലയുടെ പൊടിയില്ലേ, അത് നമുക്കിതുപോലെ ഒന്ന് വിതറി കൊടുക്കണം, എല്ലാ ഭാഗത്തും കിട്ടുന്ന രീതിയിൽ. കണ്ടോ, ഇങ്ങനെ ഒന്നാക്കിയതിന് ശേഷം നമുക്കിനി ഇത് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ അതിങ്ങനെ ഇളകി വരുന്ന പരുവാകുമ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി വെറൈറ്റിയിലുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ ഇത് കഴിക്കുക, തണുത്തിട്ട് കഴിക്കുക, ഇത് കൊള്ളത്തില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഈ പൊട്ടുകടലയിലെ പൊടി ചേർക്കാതെ ചമ്മന്തി മാത്രം വെച്ചൊരെണ്ണം ഉണ്ടാക്കി നോക്കുന്നുണ്ട്. പക്ഷേ ടേസ്റ്റ് എപ്പോഴും ഇത്തിരി പൊട്ടുകടലയിലെ പൊടിയും കൂടെ ഇടുന്നതിനാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ വീണ്ടും അതുപോലെ മാവ് നല്ലപോലെ പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചമ്മന്തി ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തും കൊള്ളത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരല്പം നെയ്യും കൂടെ മണ്ടയ്ക്കൊന്ന് തൂത്ത് കൊടുക്കാം. ഇച്ചിരി നെയ്യ് മതി. നെയ്യുടെ മണം ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കിയിട്ട് മുരിച്ചെടുത്താൽ മാത്രം മതി. നെയ്യൊന്നും വേണമെന്നില്ല, ഞാനിങ്ങനെ ഓരോ രീതിയിൽ ചെയ്ത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. നെയ്യില്ലാതെ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ മുരിച്ചെടുക്കുക. ഇതിൽ നമ്മൾ പൊട്ടുകടലയുടെ പൊടി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ, നെയ്യ് മാത്രം ചേർത്ത് നല്ലപോലെ മുരിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ദോശ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കത് മാറ്റിയെടുത്തതിന് ശേഷം ബാക്കിയെല്ലാം ഞാനിങ്ങനെ പൊട്ടുകടലയുടെ പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് കാണിക്കണ്ടല്ലോ. ഇപ്പോൾ ഇത് ഒട്ടും കുക്കിംഗ് അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിശദമായിട്ടെടുത്ത് കാണിക്കുന്നത്. അങ്ങനെ ഉള്ളവർ എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് മക്കളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത്. ഒട്ടും കുക്കിംഗ് അറിയാത്തവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഈ വിശദീകരിച്ച് പറയണം. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്.
അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂടോടെ നമുക്കിത് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ മക്കളെ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.